സാർ, ഈ മത്സരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് തോക്കുന്നത്. ഒരിക്കൽ വാൺ ചെയ്ത് വിട്ടതാണ്, പക്ഷെ വീണ്ടും നീ അത് ആവർത്തിച്ചു. സാർ, സത്യമായിട്ട് ഞാൻ ഈ കുട്ടിയുടെ ബംഗ്ലാവിന്റെ ചില്ലുടച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമി ക്ഷമിക്കണേ. കാഷായ വേഷം ധരിച്ച് കള്ളം പറയുന്നോടാ റാസ്കൽ. ഇതൊന്ന് വാങ്ങിച്ചേ. എന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ പരസ്യമായി കൈക്കൂലി തന്ന് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അമ്മോ, ഇത് കൈക്കൂലിയല്ല, സാറിനുള്ള സമ്മാനമാണ്. സമ്മാനം? ഈ നിൽക്കുന്ന ഞങ്ങളുടെ നിശ്ചലനായ മനുഷ്യപ്രതിമയെ ചലിപ്പിച്ചതിനുള്ള ഈനാം. ആഹാ, ഇത് കൊള്ളാമല്ലോ, നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. എന്റെ 2 മാസത്തെ ശമ്പളം അത്. ഓഹോ, എന്തൊക്കെയാണ് നിങ്ങളുടെ മറ്റ് അട്രാക്ഷൻസ്? ഈ പ്രതിമയെ തല്ലിക്കരയിച്ചാൽ ഇനി സമ്മാനം കിട്ടും. അയ്യോ, ഇതെന്താണെന്നറിയാം? പേപ്പർ. ഡിപ്പാർട്ട്മെന്റിന് ഈ കുട്ടി രേഖാമൂലം എഴുതി തന്ന പെറ്റീഷൻ. ഈ കുടക് ദേശത്തെ ശത്രുവായി ഈ കുട്ടിക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് നീ. മാനസികമായും ശാരീരികമായും ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഏക ഉത്തരവാദി നീയാണ്. പെറ്റീഷൻ ഞാൻ ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ചില്ലൊടച്ചതിന്റെ നഷ്ടപരിഹാരമായി ഈ കുട്ടി ആവശ്യപ്പെടുന്ന തുക 23.25 മണിക്കൂറിനകത്ത് നീ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീ പോലീസിൽ ചേരാൻ തയ്യാറായിക്കോളൂ. സാർ, ഞാൻ ദിസ് ഈസ് മൈ ലാസ്റ്റസ്റ്റ് വാർണിംഗ്. കം ഓൺ. ഇവിടെ ഇരിക്കണ്ട, അകത്ത് ബാത്റൂം ഉണ്ട്. എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ബാത്റൂം?